പിണറായി വിജയൻ ഭരിച്ചിരുന്ന 10 വർഷക്കാലം ജയിലിനുള്ളിൽ കിടന്നിരുന്ന ക്രിമിനലുകൾക്ക് പരമസുഖമായിരുന്നു. പ്രത്യേകിച്ച് CPMന്റെ നിയന്ത്രണത്തിലുള്ള ഗുണ്ടകൾ ജയിലിലെ രാജാക്കന്മാരായിരുന്നു. TP ചന്ദ്രശേഖരനെ കൊന്നത് പിണറായിക്കും ജയരാജന്മാർക്കുമൊക്കെ വേണ്ടിയുള്ളതായതുകൊണ്ട് ഇതുവരെ അവരെ പൊന്നുപോലെ സംരക്ഷിച്ചു. ഇനി ആ ക്രിമിനലുകൾ വെളിച്ചം കാണാതെ അകത്ത് കിടക്കും എന്നുള്ളതിൻ്റെ സൂചനകൾ ഇന്ന് പുറത്തു വന്നിരിക്കുന്നു. ഇപ്പോൾ 10 വർഷത്തെ ഭരണം തീർന്നതോടെ ക്രിമിനലുകൾക്കെല്ലാം പൂട്ട് വീഴുകയാണ്. അതിലാദ്യം തന്നെ CPMന്റെ ആസ്ഥാന കൊട്ടേഷൻ ഗുണ്ടയായ കൊടിസുനിക്കാണ് നന്നായി പണി കിട്ടിയിരിക്കുന്നത്. ജയിൽ ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ച് ഫോൺ വിളിച്ച സംഭവത്തിൽ കൊടിസുനിക്ക് ചെറിയ പണിയല്ല ഇന്ന് കിട്ടിയിരിക്കുന്നത്. തവനൂർ സെൻട്രൽ ജയിലിലെ പണിഷ്മെന്റ് സെല്ലിലേക്കാണ് കൊടിസുനിയെ മാറ്റിയത്. പണിഷ്മെന്റ് സെല്ലിൽ പ്രത്യേകം ശ്രദ്ധിക്കുകയും പുറത്തു വിടുകയുമില്ല എന്നുള്ളതാണ് പ്രത്യേകത. അതുപോലെ ഫോൺ അവിടത്തേക്ക് നൽകില്ല. നമുക്കറിയാം, പിണറായിയുടെ ഭരണകാലത്ത് കൊടിസുനി അറിയപ്പെടുന്ന ബിസിനസ്സുകാരനായിരുന്നു. ജയിലിൽ നിന്ന് തന്നെ ഏതു തരത്തിലുള്ള ഫോൺ ഉപയോഗിക്കാനും ആരെ വേണമെങ്കിലും വിളിക്കാനുമുള്ള അവകാശവും അതിനുള്ള എല്ലാ സൗകര്യവും പിണറായി വിജയൻ്റെ ഭരണത്തിൽ സഹായം ചെയ്തിരുന്നു. അതുവഴി സ്വർണ്ണക്കള്ളക്കടത്ത് ബിസിനസ്സിലാണ് കൊടിസുനി തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചത് എന്ന് നമുക്കറിയാം. അതുപ്രകാരം സ്വർണ്ണക്കള്ളക്കടത്തും സ്വർണം പൊട്ടിക്കലുമെല്ലാം ജയിലിൽ നിന്ന് തന്നെ സംവിധാനം ചെയ്യുകയായിരുന്നു കൊടിസുനി. അകത്തുള്ള ഗുണ്ടകൾ പുറത്തുള്ള ഗുണ്ടകളെ നിയന്ത്രിക്കുന്ന അപൂർവ കാഴ്ചയ്ക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചത് 10 വർഷം. എന്നാൽ ഭരണം മാറി ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയുടെ കയ്യിലായി. അതോടെ ആദ്യ പണി കൊടുത്തത് തന്നെ കൊടിസുനിക്ക് തന്നെയാണ്. അതായത് സഹതടവുകാരൻ്റെ ഫോൺ കാർഡ് ഉപയോഗിച്ച് കൊടിസുനി ഫോൺ വിളിച്ചതായി കണ്ടെത്തിയതോടെയാണ് സർക്കാർ നല്ല പണി കൊടുത്തിരിക്കുന്നത്. സാധാരണ ഒരാളുടെ മാത്രമല്ല, പല തടവുകാരുടെയും സൗകര്യങ്ങൾ കവർന്നെടുത്ത് കൊടിസുനി ഫോൺ വിളിക്കാറുണ്ട്. പക്ഷേ ആരും പുറത്തു പറയാൻ ധൈര്യം കാണിക്കില്ല. ഇനി ഒറ്റയാൾ മുറിയിൽ താമസിച്ചിരിക്കുന്ന കൊടിസുനിക്ക് സെല്ലിന് പുറത്താകാൻ ആകാത്ത തരത്തിലുള്ള ശിക്ഷയാണ് നൽകിയിരിക്കുന്നത്. പൊതുവായി ഒരു ഇടപെടലും നടത്താൻ കഴിയില്ല, ആരോടും മിണ്ടാൻ കഴിയില്ല ഇനി കൊടിസുനിക്ക്. അതുപോലെ ജയിലിലെ മറ്റു സൗകര്യങ്ങളും ലഭിക്കില്ല. എല്ലാം ജയിൽ പുള്ളികളെയും പോലീസുകാരെ അടക്കം ഭീഷണിപ്പെടുത്തി നടന്നിരുന്ന കൊടിസുനി ഇനി ഒറ്റയ്ക്കിരുന്ന് അഴിയെണ്ണുക എന്ന യഥാർത്ഥ വിധി ശിക്ഷ തന്നെ അനുഭവിച്ചു തീർക്കണം. നമുക്കറിയാം, ജയിൽ വകുപ്പ് എല്ലാ അന്തേവാസികൾക്കും കാർഡ് നൽകുന്നുണ്ട്. ഇതുവഴി 3 പേരെ ഫോണിൽ വിളിക്കാം. ഈ വിളികൾ ജയിൽ അധികൃതരുടെ കർശന നിരീക്ഷണത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പിണറായിയുടെ വിശ്വസ്തനായ കൊടിസുനിക്കും കൂട്ടർക്കും അതൊന്നും ബാധകമായിരുന്നില്ല. അതാണിപ്പോൾ രമേശ് ചെന്നിത്തല കയ്യോടെ പിടിച്ചത്. പിണറായി ഭരണത്തിൻ്റെ അവസാന കാലഘട്ടത്ത് കുറേ നാളുകളായി കൊടിസുനി പരോളിൽ ഇറങ്ങാനും ജയിൽ മാറാനുമൊക്കെ ശ്രമം നടത്തുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായൊരു ഫോൺ കോൾ ആണ് സഹതടവുകാരൻ്റെ ഫോൺ കാർഡ് ഉപയോഗിച്ചത് എന്നാണ് വിവരം. പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് കണ്ണൂരിലെ ജയിലിലേക്ക് മാറാൻ കൊടിസുനി തീവ്ര ശ്രമം നടത്തിയിരുന്നു. കണ്ണൂരിലെത്തിയാൽ നമുക്കറിയാം, അല്പം വിലസി നടക്കാം എന്ന് തോന്നി. എന്നാൽ CPMന്റെ ഏറ്റവും വലിയ ഉരുക്കുകോട്ടയായ കണ്ണൂർ ജയിലിലേക്ക് പോകുന്നത് ആദ്യം തന്നെ തടയുകയായിരുന്നു ജയിൽ അധികൃതർ ചെയ്തത്. അതിന് രമേശ് ചെന്നിത്തലയുടെ മുഴുവൻ പിന്തുണയും അവർക്കുണ്ടായിരുന്നു. ജയിലിൽ അനുവാദം നൽകാതിരുന്ന, കയ്യിലെ ചരടഴിക്കാൻ ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥനെ വരെ ഭീഷണിപ്പെടുത്തിയതോടുകൂടി അതും കൂടി പരിഗണിച്ചുകൊണ്ടാണ് സർക്കാർ കൊടിസുനിയെ ഇപ്പോൾ പൂട്ടി അകത്തിട്ടത്. ഇനി കുറേ കാലം ഇങ്ങനെ അകത്ത് തന്നെ കിടക്കാം. TP ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി ഇല്ലാതാക്കിയ കൊടിസുനി മാത്രമല്ല, ബാക്കിയുള്ള ക്രിമിനലുകൾക്കും ഇത് തന്നെയാണ് വരാൻ വേണ്ടി പോകുന്നത്.